കഥ പോലെ ഒഴുകുന്ന കാലം കടലായി പൊതിയുന്നു കര കാണാതെ നീന്തുന്ന പ്രായം. ഓ പിന്നെ രാവിലെ എഴിക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടില്ല, പിന്നെയാണ് ഓടാൻ എൻ്റെ പട്ടി ഓടാൻ. ഏർലി മോർണിംഗ് ബീച്ച് സൈഡ്, മുരിഞ്ഞ വട. വാട്ട് എ പ്രൊഡക്റ്റീവ് ലൈഫ്. കേരള തീരത്ത് കനത്ത ജാഗ്രത നിർദ്ദേശം. നിർത്താതെയുള്ള മഴയാണ് സുനാമിക്ക് കാരണം. മത്സ്യത്തൊഴിലാളികളെ എടാ എന്താ നിനക്ക് ഇത്ര പരവേശം? എടാ എന്താണ്? നിർത്താതെയുള്ള മഴയാണ് സുനാമിക്ക് കാരണം. മത്സ്യത്തൊഴിലാളികളെ ഇതിലാണ് നീ പേടിക്കുന്നേ? പേടിക്കണ്ടേ, ഇതൊക്കെ ഫേക്ക് ആയതൊന്നും നടക്കാൻ പോണില്ല. എന്താ എത്ര ഉറപ്പ്? എടാ ഇതെന്താ നിനക്കറിയോ? ഇത് സുനാമി അല്ലേ, ഇത് കടലിലല്ലേ വരണത്. എടാ കടലിലാണ് വരുന്നത്. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒന്നും സുനാമി വരൂല. പിന്നെ നീ വാ, ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഇവിടുന്ന് മാറിയിരിക്കാം. വാ. നിങ്ങളൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരും എന്താ സുനാമി. ഇത് കണ്ടോ? എടാ സുനാമി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കടലിൽ കാണുന്ന വലിയ തിരമാലകളെയാണ് സുനാമി എന്ന് പറയാ. ഡെഫിനിഷൻ പറയുന്നത് ദ ജയന്റ് വേവ്സ് ഇൻ ഓഷ്യൻ, അതാണ് സുനാമി. വലിയ തിരമാലകൾ. വലുതെന്ന് പറയുമ്പോൾ എത്ര വലുത്? സാധാരണഗതിയിൽ ഒരു 10 ഫീറ്റ് തുടങ്ങി 100 ഫീറ്റ് വരെ ഹൈറ്റ് ഉണ്ടാവാം. ആ നമ്മള് 2004 ഒരു സുനാമി അടിച്ചില്ലേ കേരളത്തില്, അത് 100 ഫീറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ സുനാമി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? സുനാമി ഉണ്ടാകാൻ കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കടലിനടിയിൽ ഉണ്ടാവുന്ന ഭൂചലനം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കടലിനടിയിൽ ഉണ്ടാവുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങള്. കടലിനടിയിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്, അതും സുനാമി കാരണം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ മീറ്റിയോർ ഇമ്പാക്ട് ഇല്ലേ, മീറ്റിയോർ ഒന്ന് കടലിൽ വീണാലും സുനാമി ഉണ്ടാവും. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് സുനാമി ഉണ്ടാവണേ. അല്ല എനിക്ക് മനസ്സിലാവാത്തതല്ല, ഈ ചെറിയ സാധനമൊക്കെ എന്താ ഇത്രയും വലിയ സുനാമി എന്ന് പറഞ്ഞ വേവായിട്ട് വരുന്നത്? അതെന്താന്ന് ചോദിച്ചാലേ, അതായത് ഈ കടലിനടിയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടാണ് സുനാമി ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എവിടെയാണോ നടക്കുന്നത് അതിന് തൊട്ട് മുകളിലുള്ള വെള്ളം ഉയരും. ഈ ചെറിയ രീതിയിൽ ഉയരുന്ന വെള്ളം വളരെ ചെറിയ ഉയരത്തിലായിരിക്കും ഉയരുന്നത്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഉയർന്ന വെള്ളം ഒരു തിരമാലയായിട്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് അത് മുന്നിലുള്ള വെള്ളത്തെ കൂടെ പുഷ് ചെയ്തായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കരയോട് അടുക്കും തോറും ഇതിന്റെ ഉയരം കൂടി വരും. ഇത് വലിയ ഭീമാകാരമായിട്ടുള്ള തിരമാലയായിട്ടായിരിക്കും കരയിൽ വന്ന് കയറുന്നത്. അതായത് ഇത് ആദ്യം ഉണ്ടാവുമ്പോൾ 2-3 ഇഞ്ചുള്ള ഒരു തിരമാല മാത്രമായിരിക്കും. പക്ഷെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ വെള്ളം എടുത്തെടുത്ത് ഇത് കരയെത്തുമ്പോഴേക്കും വലിയ തിരമാലയായിട്ട് മാറുന്നതാണ്. അപ്പൊ ഇതിന് നല്ല സ്പീഡായിരിക്കും അല്ലേ? ആക്ച്വലി നടുകടലില് ഇതിന് സ്പീഡ് കൂടുതലാണ്. കാരണം നടുകടലിൽ ഇതിന് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം അനുഭവപ്പെടുന്നില്ല. പക്ഷെ കരയോട് അടുക്കും തോറും ഇതിന്റെ സ്പീഡ് കുറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഘർഷണം അനുഭവപ്പെടാൻ തുടങ്ങും കരയായിട്ട്. അപ്പൊ അതിന്റെ സ്പീഡ് കുറയും. അപ്പൊ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പാടായിരിക്കും കടലിലുള്ളവർക്ക്, അവർക്കായിരിക്കും ഡേഞ്ചർ. നമ്മൾ ശരിക്കും അങ്ങനെ വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കടലിലുള്ള കപ്പലിനും അതുപോലെ കടലിനുള്ള ബോട്ടുകളൊക്കെ സുനാമിയെ കാര്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ശരിക്കും സുനാമിയുടെ എഫക്റ്റ് കരയിലാണ് കൂടുതൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, സുനാമി ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലാണ് വേവ് ഉണ്ടാവുക. പക്ഷെ കരയിലോട്ട് എത്തുന്നതോറും അതിന്റെ വലിപ്പം കൂടി വരും. അപ്പൊ കരയിലാണ് ശരിക്കും എഫക്റ്റ്. കടലിലെ എഫക്റ്റ് അതിന് കുറവാണ്, കാരണം ഉയരം കുറവാണ്. അല്ല ഈ ജപ്പാനിൽ എന്താ എപ്പോഴും ഇങ്ങനെ സുനാമി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം ജപ്പാനിൽ ഇപ്പോഴും ഭൂചലനം ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ ജപ്പാൻ ഇരിക്കുന്നത് ഒരുപാട് പ്ലേറ്റ്സ് ചേരുന്ന ഒരു സ്ഥലത്താണ്. ഇങ്ങനെ ഒരുപാട് പ്ലേറ്റ്സ് ചേരുന്ന സ്ഥലത്തായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ടെക്ടോണിക് പ്ലേറ്റ് മൂവ് ചെയ്താൽ ജപ്പാനിൽ ഭൂചലനം ഉണ്ടാവും. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ ഭൂചലനത്തിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ സുനാമിക്കുള്ള സാധ്യതയും കുറവാണ്. പക്ഷെ നമുക്ക് സുനാമി വരുന്നത് പൊതുവെ നമ്മുടെ ഇന്തോനേഷ്യ അല്ലെങ്കിൽ ജാവയുടെ സൈഡൊക്കെ ഇല്ലേ, അവിടെയൊക്കെ എർത്തിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇവിടെ സുനാമി ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മള് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ്. നമ്മളിപ്പോ സേഫ് ആണ്. കേരളം സേഫ് ആണ്. ഇപ്പൊ നമ്മൾ സേഫ് ആണ്. അപ്പൊ സുനാമി ഒന്നും വരാത്ത സ്ഥിതിക്ക് നമുക്കൊരു മുരിഞ്ഞ വടയും കഴിച്ചെങ്കിൽ പോയാലേ? നീ ഇങ്ങനെ വട കഴിക്കുകയാണെങ്കിൽ സുനാമി വരണ്ട. ഇതിനു മുമ്പേ നിന്റെ കാര്യം തീരുമാനം. അല്ല